ഇവിടെ കിട്ടിയിട്ടുണ്ട് ഗ്രീൻ ആപ്പിൾ കേട്ടോ. ഇത് ശരിക്കും ഗ്രീൻ ആപ്പിളാണ്. റെഡ് ആപ്പിളാണ്, അതുണ്ടായി വരുമ്പോൾ തന്നെ റെഡാകും. അപ്പോൾ ഗ്രീൻ ആപ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിങ് ഉണ്ട്. ഇനി നമ്മളിന്ന് നമ്മുടെ കടുമാങ്ങ ഇടുന്ന പോലുള്ള അച്ചാറിടാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തുടങ്ങുവാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ കാണിക്കാം കേട്ടോ. കടുമാങ്ങ ഇടുന്ന പോലെ തന്നെ നല്ല രസമാണ് കേട്ടോ. എനിക്കൊരാൾ കുറച്ച് അച്ചാറിട്ട്, ഒരു ആൻറ്റി അച്ചാറിട്ടായിരുന്നു, അത് കൊണ്ട് തന്നു. നല്ല രസമാണ്. അപ്പോൾ ഞാനും കുറച്ച് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇത് ഇച്ചിരിയുടെ മൂത്ത് കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് നമുക്കധികം ചെയ്യാൻ പറ്റത്തില്ല. ഹലോ മൈ ഫ്രണ്ട്സ്, ഇടുന്ന കാണിച്ചിരുന്നു. അപ്പോൾ അതും കണ്ടോ, അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് ഇങ്ങനെയാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഉപ്പിലിട്ട ഗ്രീൻ ആപ്പിൾ. ഇതിനെ നമ്മൾ ഒരു 5-6 മാസത്തേക്ക് വെച്ചിരിക്കുക. അത് കഴിയുമ്പോൾ ഇത് നല്ല ക്രഞ്ചി ആവും, നല്ല രസമാകും കേട്ടോ. ഉപ്പുമാങ്ങ തിന്നുന്ന പോലെ. എന്നാൽ അതിലും സോഫ്റ്റാണ്, അത്രയും പുളിയുമില്ല. അപ്പം നമ്മളിതെടുത്ത് വെക്കുകയാണ്. ഇത് ഓൾറെഡി ഫൈനലായി. അപ്പം പിന്നെ ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ അച്ചാറിന് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അച്ചാറിടാൻ പോവാണ് കേട്ടോ. അപ്പം മുമ്പേ ഞാൻ കാണിച്ചല്ലോ ആപ്പിൾ. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് കുറച്ച് നേരം വെച്ചിരുന്നതാണിത് കേട്ടോ. അപ്പം ഉപ്പൊക്കെ നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. ആദ്യം നേരം നമുക്കിത് വെള്ളത്തിലിരിക്കുകയാണ്. അപ്പോൾ ഉപ്പിട്ട് ഇരിക്കേണ്ട, അല്ലെങ്കിൽ ഒത്തിരി വെള്ളം ഇറങ്ങിപ്പോകും. കാരണം നമുക്ക് ആപ്പിളിൻ്റെ വെള്ളം വേണം ഇച്ചിരി. അപ്പോൾ നമ്മളത് എടുക്കുന്നു. പിന്നെ അതേ നമ്മുടെ വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ നമുക്ക് വേണ്ടിയത് ഇത് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കേട്ടോ. അപ്പം നമ്മൾ എരിവൊന്നും അധികം ഇടുന്നില്ല. കാരണം നമ്മൾ വീട്ടിൽ അച്ചാർ ഉണ്ടാക്കുക എന്നുള്ളതിന് പർപ്പസ് തന്നെ എരിവും മുളകും എന്താ പറയുന്നത്, എണ്ണയൊക്കെ നമ്മുടെ ആവശ്യത്തിന് മാത്രം ഇടാനാണല്ലോ. അപ്പം നമ്മൾ അധികം എടുക്കുന്നില്ല. പിന്നെ നമുക്ക് വേണ്ട ഉലുവയുണ്ട്. പിന്നെ ഇത് ഞാൻ ജിഞ്ചർ പൗഡറാണ് ഞാൻ ഇടുന്നത്. പിന്നെ നമുക്ക് വേണ്ടിയത് കായം. പിന്നെ എനിക്ക് ഈ പിക്കിളിൻ്റെ അച്ചാർ പൗഡർ ഇരിപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് ഇടുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ സാധാരണ മുളകേ ഇടാറുള്ളൂ. പക്ഷേ ഇതിപ്പോൾ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് കേട്ടോ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം. പാൻ വെച്ച് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. അധികം എണ്ണ ഞാൻ ഇടുകയല്ല കേട്ടോ. ഇത് നമുക്ക് ഉള്ളിയൊക്കെ വെള്ളാനുള്ള എണ്ണ മാത്രം മതി. അപ്പം നമ്മുടെ എണ്ണയൊക്കെ ചൂടായി. കടുവും ഉലുവായും ഇടുന്നു. കടുവ് ഇച്ചിരി ഏറെ ഇടുകയാണ് കേട്ടോ. കടുവ് ഇച്ചിരി നല്ലതാണ്, ഡൈജഷനൊക്കെ ആയിട്ട് നല്ലതാണ്. അപ്പം ഞാൻ ഉലുവായും ഇച്ചിരി ഏറെ ഇടുന്നുണ്ട്. നമ്മുടെ ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി, അപ്പം നമ്മുടെ വെളുത്തുള്ളി എല്ലാം നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇച്ചിരി മഞ്ഞൾ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉലുവാപ്പൊടിയൊക്കെ നമ്മൾ ഇച്ചിരി ഏറെ ഇടുന്നുണ്ട് കേട്ടോ. ഉലുവായിട്ട് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ അതിനനുസരിച്ച്. പിന്നെ നമ്മൾ ഇച്ചിരി ഇടുന്നത് ഇഞ്ചിപ്പൊടിയാണ് കേട്ടോ. അതായത് എന്താ പറയുന്നത്, നമ്മുടെ ജിഞ്ചർ പൗഡർ, അത് ഇച്ചിരി ഏറെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ എല്ലാം കൂടെ ഒന്ന് മിക്സായി വരുമ്പോൾ നല്ല രുചിയായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യുന്നത് കായം ഇട്ട് കൊടുക്കുന്നുണ്ട്. കായമൊക്കെ എണ്ണയിലൊന്ന് മൂത്ത് വരുമ്പോഴാണ് നല്ലത്, അതുകൊണ്ട് നമ്മൾ ആദ്യമേ കായം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അച്ചാർ പൗഡർ, ഇത് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് എന്തോരം വേണമെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ കുറച്ചിട്ട് നോക്കട്ടെ. എന്തായാലും എനിക്ക് ഒത്തിരി എരിവൊന്നും വേണ്ട, അതുകൊണ്ട് ഞാൻ ഒത്തിരി ഇടുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മൂത്തിട്ട് നമ്മുടെ ആപ്പിൾ ചേർക്കാം. ഓക്കെ, അതെ, നമ്മുടെ അടിപൊളി ആപ്പിൾ പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഇത്രയും മസാല മതി, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മസാല ഇട്ടത്. നല്ല അടിപൊളി ടേസ്റ്റും മണമാണ് കേട്ടോ. പിന്നെ 2 കാര്യങ്ങൾ ഇതിൽ ചേർക്കാൻ മറന്നതല്ല, ആക്ച്വലി കറിവേപ്പില ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ കറിവേപ്പില ഇല്ലായിരുന്നു ഇവിടെ, അത്ര സുലഭമല്ല അതൊക്കെ കിട്ടാനെന്ന് അറിയാമല്ലോ. അപ്പോൾ കടയിൽ പോയിട്ട് കുറച്ച് ദിവസം ആയതുകൊണ്ട് അതൊക്കെ തീർന്നു പോയി. അപ്പോൾ കറിവേപ്പില ഇല്ലാതായിപ്പോയി. അതല്ലെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിനകത്തിൽ വിനാഗർ അധികം ചേർക്കുന്നില്ല, ശകലം ഞാൻ ചേർക്കുന്നുണ്ട്, പക്ഷെ അധികം ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ഫ്രിഡ്ജിൽ കുറേ നാളിരുന്നോളും. പിന്നെ 3ാമത്തെ കാര്യം, ഇത് ഒട്ടും വേകരുത്.
നമ്മൾ മസാല മാത്രം മൂപ്പിക്കുന്നുള്ളൂ. എന്നിട്ട് ഇതങ്ങോട്ട് ഇട്ടിട്ട് നമ്മൾ പെട്ടെന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും വെന്ത് പോകല്ല, നല്ല ക്രഞ്ചി ആയിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.